ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരുന്നത് നമുക്ക് നോക്കാം. 2 കാർഡ് വന്നിട്ടുണ്ട്. ടെമ്പറൻസും ഹാങ്ഡ് മാനും. ദ എംപ്രസ്, ടു ഓഫ് കപ്സ്, 7 of cups, 6 of cup. കപ്പിൻ്റെ എനർജിയാണല്ലോ കൂടുതൽ. കിങ് ഓഫ് കപ്സ്. ബോട്ടം എനർജി വന്നിട്ടുള്ളത് മാജീഷ്യനാണ്. ഇനി നമുക്ക് ഡ്രാഗൺ, ഡോൾഫിൻ, ക്രോ. ഇത് ആദ്യം വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വരുന്ന ഇമോഷൻസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അത് കാരണം അത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു സങ്കടമോ ദേഷ്യമോ അല്ലെങ്കിൽ വിഷമോ എന്ത് വന്നാലും നിങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കാതിരിക്കുക, അതിനൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു സങ്കടം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക, ഇത് എനിക്ക് ഈ ഒരു കാര്യത്തിന് ഇപ്പം സങ്കടപ്പെടേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, ഈ ഒരു കാര്യത്തിന് ഞാനിപ്പോൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ, നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടോ, സ്വയം ചോദിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു ഇമോഷനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ സ്വയം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. അത് പുറത്ത് നിങ്ങൾ പറയുകയോ അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾ അതുപോലെ പ്രതികരിക്കരുത് എന്നാണ് കേട്ടോ. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക ഇന്നത്തെ ദിവസം. ഇത് നിങ്ങൾ സ്വയം ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിരീക്ഷിക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഇമോഷനാണ് നിങ്ങളുടെ ഗുരു. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത് വന്നിട്ടുള്ളത് ഹാങ്ഡ് മാനാണ്. അപ്പോൾ ഇതിൽ തലകീഴായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആ ആളിൻ്റെ തലയില്ല ഇതിനകത്ത്. ഇത് തലകീഴായിട്ടും അല്ല. അപ്പോൾ ഇമോഷണലി അങ്ങ് ഒരു ഡൗൺ ആയിപ്പോയ ഒരാളിൻ്റെ എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ നിങ്ങൾ പുറത്ത് തിരക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ഒരു ഉത്തരവും കിട്ടാൻ പോണില്ല എന്നാണ് കേട്ടോ. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഉത്തരങ്ങൾ. പിന്നെ നമുക്കിപ്പം എന്ത് കാര്യത്തിനും ഗൈഡൻസ് എടുക്കാം. ഈ ഗൈഡൻസ് ശരിയാണോ എന്ന് നമ്മളോട് ചോദിക്കണം. ഇപ്പം ഒരു ടാരോ ഗൈഡൻസ് എടുത്താലും ആസ്ട്രോളജി ചോദിച്ചാലും നിങ്ങൾ ഈ ഒരാൾ തരുന്ന ഗൈഡൻസ് നിങ്ങൾ ചോദിക്കുക, ഇതാണോ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ എന്ന് സ്വയം ചോദിക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ചില ദിവസം ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അത് എനിക്കിത് ഇപ്പം മനസ്സിലായേ പറ്റുള്ളൂ, ഇപ്പം അറിഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത വേണ്ട കേട്ടോ. അത് ചില ഉത്തരങ്ങൾ നമുക്ക് പിന്നീടായിരിക്കും കിട്ടുന്നത്. നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത സമയത്ത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സമയത്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ വരും, ഇതാണല്ലോ പ്രശ്നം. ഇതിൽ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം മറ്റുള്ളവരോട് പ്രതികരിക്കുന്ന വിധം ഒന്ന് മാറ്റണം. നമ്മളെപ്പോഴും മറ്റുള്ള ആൾക്കാർ നിമിത്തമാണ് നമുക്ക് പ്രശ്നം വരുന്നത് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം. കാരണം മറ്റുള്ള ആൾക്കാരൊന്നും ഇതിൽ ഭാഗമല്ല.
അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്ത് വന്നിട്ടുള്ളത് എംപ്രസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്, നമ്മൾ പോണ കാര്യങ്ങളൊക്കെ നമ്മളുടെ കൺട്രോളിലാണ് എന്നുള്ളൊരു ചിന്തയ്ക്ക് പകരം ഇതൊന്നും നമ്മളുടെ കൺട്രോളിലല്ല എന്നുള്ളൊരു ചിന്ത വരണം കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും ജീവിതത്തെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് ഇതൊക്കെ എനിക്ക് പറ്റും, എൻ്റെ ജീവിതം എൻ്റെ കൺട്രോളിലാണ് എന്നുള്ള ചിന്ത അതങ്ങനെയല്ല. നമ്മളുടെ ജീവിതം നമ്മളുടെ കൺട്രോളിലല്ല. അത് കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ട് കേട്ടോ. ഒരു ഒരാള് നമ്മൾ മുകളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ആ ഒരാളാണ് കുറേ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ആ ആളിന്റെ ഇച്ഛ എന്താണെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഭാഗമാണ് നമ്മളുടെ ഉള്ളിലുള്ളത്. അപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു ഒഴുക്കിനനുസരിച്ച് നീന്താനാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതം ഒരു ഒഴുക്കിലാണ്. ആ ഒരു ഒഴുക്കിനനുസരിച്ച് നീന്തുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ ക്രിയേറ്റീവ് ഫെമിനൈൻ എനർജി ആക്റ്റീവ് ആകുന്ന ഒരു ദിവസമാണത്. അപ്പം അബണ്ടൻസ് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക്, സമൃദ്ധി. അപ്പോൾ ഇന്നലത്തെ റീഡിങ്ങിലും ഇത് തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് സമൃദ്ധി വരുന്നു, അബണ്ടൻസ് വരുന്നു എന്നുള്ളത്. അത് ഈ ഒരു സമയം എനിക്ക് തോന്നുന്നു ഈ 2-3 ദിവസം നല്ല പോലെ എല്ലാവർക്കും മണി ഫ്ലോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അബണ്ടൻസ് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ റീഡിങ് കഴിഞ്ഞിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു റീഡിങ് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അബണ്ടൻസ് വന്നു എന്ന് പറഞ്ഞിട്ട്. രാവിലെ തന്നെ അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വാർത്ത കേൾക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വളരെ നല്ല കാര്യം. പിന്നെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതില്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക എപ്പോഴും. ഇതില് ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള ഒരു പ്രശ്നം, അത് ലവറാകാം, ഹസ്ബൻഡാകാം, ആരുമാകട്ടെ, നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കുള്ളത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങാനുമാണ് ശ്രമിക്കണത്, എക്സ്ചേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കണത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ എക്സ്ചേഞ്ച് അല്ല ആവശ്യം, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കാനാണ് ആവശ്യം. അപ്പോൾ ഇതിൽ ഇപ്പോൾ 2 പേര് 2 കപ്പുമായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ അതിൽ 2 പേരുടെയും കപ്പ് അവരുടെ കയ്യിൽ തന്നെയാണുള്ളത്. നമ്മളെപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ ഒരു എക്സ്ചേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുള്ളതെല്ലാം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും. തിരിച്ച് ആ ഒരു വ്യക്തിയിൽ നിന്നും കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളായിട്ട് തന്നെ നിന്നാൽ മാത്രമേ ഈ ഒരു ബന്ധം ശരിക്കും ശക്തമായിട്ട് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ചില ബന്ധങ്ങളിൽ ഹീലിംഗ് വേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതൊന്നും തിരിച്ചു കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് കാണുന്നത്. അത് എന്തിനായാലും, അത് പ്രണയത്തിലാകാം, റിലേഷൻഷിപ്പിലാകാം, അല്ലാത്ത നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാകാം, സൗഹൃദത്തിലാകാം. അപ്പൊ തിരിച്ച് അവരിൽ നിന്നുള്ളത് പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാതെ, കാരണം അവരുടെ ഒരു കാര്യം നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് നിലയിൽ ഞാൻ തന്നെ എനിക്ക് ഇനഫാണെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളുടെ വാല്യൂ അവർ മനസ്സിലാക്കണത്. അതല്ല കുറച്ച് സ്നേഹം തരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരൊരിക്കലും ഒരു മൂല്യവും തരാൻ പോണില്ല. അത് മനസ്സിലാക്കുക. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ട കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പൂർണ്ണമായിട്ടും വിട്ടുകളയാനും ശ്രമിക്കുക. കാരണം ചില റിലേഷൻഷിപ്പ് നമുക്ക് നല്ലതല്ല എന്നാണ് നമുക്ക് പലതവണയും നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്തോ ഒരു അടുപ്പം അതിൽ നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അങ്ങനെ, ഇതൊരു 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമല്ല. അപ്പൊ അതുപോലെ ഈ ഒരു ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതെന്റെ സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ആണ്, അപ്പൊ ഈ ആളില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
മനസ്സ് നമ്മളെ പലതരത്തിലേക്ക് കൊണ്ടുപോയി നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പം നമ്മൾ ആ മനസ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് ഇന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതെൻ്റെ സോൾമേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോകാൻ പറ്റൂല എന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അത് സത്യമല്ല. ചില ബന്ധങ്ങളിൽ നമ്മളെ കുടുക്കിയിടും. അപ്പം നമുക്ക് പ്രോഗ്രസ് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങി കിടക്കണം. അപ്പോൾ അതൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ആവശ്യമില്ലാത്ത ചില കൂടുതലും റിലേഷൻഷിപ്പിലാണ് അങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. നമുക്ക് തന്നെ നമ്മളുടെ സോൾ തന്നെ പറഞ്ഞുതരും ഇത് നിങ്ങൾക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് സോൾ തന്നെ പറഞ്ഞുതരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക. പിന്നെ 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നത്. ഇതില് ഒരു ഈ പാസ്റ്റുമായി കണക്ട് ചെയ്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അതൊരു കർമ്മമാകാം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാകാം. നിങ്ങൾ ആ പാസ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റിൽ ജീവിക്കാൻ പറ്റാതെ നിങ്ങൾ പാസ്റ്റിലേക്ക് തന്നെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. പാസ്റ്റിനെ പാസ്റ്റായിട്ട് വിട്ട് കളയുക. നമ്മൾ ആ ഒരു സുഖത്തിലും സന്തോഷത്തിലും കുടുങ്ങിപ്പോയാൽ നമുക്ക് ഈ ഒരു ജന്മത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വരില്ലെന്ന് മനസ്സിലാക്കുക. ഇതിൽ പഴയ ഓർമ്മകൾ വന്ന് ചിലപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഓർമ്മകൾ അത് ഓർമ്മകളായിട്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ഭയപ്പെടേണ്ടതില്ല. അത് ആ ഓർമ്മകളിൽ വേദനിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കാണുന്നത്. ഇത് ഹീൽ ചെയ്ത് കളയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഹീൽ ചെയ്ത് കളയുക. ഈ പാസ്റ്റിൽ നിന്നും നമ്മളെ ചില ആൾക്കാർ നമ്മളുടെ ജീവിതത്തിൽ വീണ്ടും വരുന്നത് നമ്മളെന്ന് ട്രിഗർ ചെയ്ത് നമ്മളുടെ ഈ ജന്മത്തിൽ നമ്മൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അത് പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ വരും കേട്ടോ. ചിലപ്പം അമ്മായിയമ്മയായിട്ട് വരാം, ഹസ്ബൻഡായിട്ട് വരാം, വൈഫായിട്ട് വരാം, കുട്ടികളായിട്ട് വരാം, പിന്നെ നമ്മളെ സുഹൃത്തുക്കളായിട്ട് വരാം. പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രണയമായിട്ട് അത് വരാം. അത് വന്ന് നമ്മളെ ട്രിഗർ ചെയ്ത് നമ്മളെ ശരിക്കും വേദനിപ്പിച്ച് നമ്മളെ ഉടച്ചു വാർക്കും എന്ന് പറയൂലേ, അങ്ങനെ ഉടച്ചു വാർക്കാൻ വരുന്നതാണ് പല ബന്ധങ്ങളും. അപ്പോൾ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് ചില ആൾക്കാർ ഇതിൽ ഒരുപാട് ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇതിനെ ശത്രുക്കളായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു നമ്മുടെ ഫാമിലി ഒക്കെ ആകുമ്പോൾ അതൊരു ശത്രു പോലെ തോന്നും. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളുടെ ഉയർച്ചയ്ക്കാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട സമയമുണ്ട്. അത് ഈ ഒരു സമയമാണ്, അത് ഹീൽ ചെയ്യേണ്ട സമയമാണ് കേട്ടോ. ഒരു ബന്ധങ്ങളും ഹീൽ ചെയ്യാതെ നിങ്ങൾ വിട്ടുകളയരുത്. കാരണം ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അവർ പിന്നെ നമ്മളുടെ കൂടെ വരില്ല. പക്ഷെ നമ്മൾ ഹീൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇവർ വീണ്ടും അടുത്ത ജന്മങ്ങളിൽ വീണ്ടും നിങ്ങളിലേക്ക് വരാം. കാരണം ഈ എല്ലാ കാര്യത്തിനും ഒരു ക്ലോഷർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയണം എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങൾ പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഇരിക്കാൻ വേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയും. അതായത് പുറത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ള തരത്തിൽ, എന്നാൽ നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റി ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരിക്കും എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്കൊരു ഇമോഷണൽ മെച്യൂരിറ്റി ആവശ്യമായിട്ടുള്ളൊരു ദിവസമാണ് ഇത്. ആദ്യം തന്നെ അതാണ് പറഞ്ഞത്, ടെമ്പറൻസ്. നമുക്ക് ദേഷ്യം വരാം, സങ്കടം വരാം, ഒക്കെ വരാം, എല്ലാം വരാം. പക്ഷെ നമ്മളതിനെ എൻജോയ് ചെയ്യാതിരിക്കാൻ നമ്മളൊന്ന് നിരീക്ഷിക്കുക. ഇപ്പൊ ഈ സങ്കടം എനിക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ കരയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാൻ ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പൊ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ഇതിലെന്തിനാണ് ഞാൻ ഇപ്പം നിരാശപ്പെടേണ്ട ആവശ്യം എന്താണ്? എനിക്ക് അതിനേക്കാൾ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നല്ലതായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇന്ന് സ്വയം നിങ്ങളുടെ ഇമോഷനെ നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നിങ്ങൾ പഠിക്കണമെന്നാണ് കേട്ടോ ഇന്നത്തെ ദിവസം. പിന്നെ മജീഷ്യനാണ് വന്നിട്ടുള്ളത്, ബോട്ടം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ആയാലും ഒരു മാജിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നത്തെ ദിവസം ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെ വരും. മാനിഫെസ്റ്റേഷൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാരെല്ലാം
സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത മാനിഫെസ്റ്റ് ആവും പെട്ടെന്ന്. അത് നമ്മൾ എന്ത് ചിന്തിച്ചാലും പെട്ടെന്ന് വരുന്ന തോട്ട്സ് എല്ലാം അത് മാനിഫെസ്റ്റ് ആവും, നല്ലത് ചിന്തിച്ചാലും മോശം ചിന്തിച്ചാലും. അപ്പം നമ്മളുടെ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കണം. അപ്പോൾ ഒരു ചിന്ത വരുമ്പോൾ എനിക്കിത് ഈ ഒരു ചിന്ത ഇപ്പം വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ആയിട്ട് വരും. അത് മനസ്സിലാക്കുക. ഇന്ന് പറയുന്ന ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കാരണം നമ്മളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇന്നത്തെ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതായിക്കോട്ടെ, മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതില് ഡ്രാഗൺ ആണ് കാണുന്നത്. അപ്പൊ ഇതില് ഡ്രാഗണ് നിങ്ങൾ ഇന്നൊരു സത്യം വെളിവാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അറിയേണ്ട ഒരു സത്യം ഇന്നത്തെ ദിവസം വെളിവാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം ശക്തമാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെ വരും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം, ഇതെന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാക്കാതിരിക്കുന്നുണ്ടായിരിക്കാം. എന്തു തന്നെയായാലും നിങ്ങൾ എന്താണോ അറിയേണ്ടത് അത് ഇൻഡ്യൂഷനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും എന്നാണ് കാണുന്നത്. പിന്നെ ഡോൾഫിനാണ്. അപ്പോൾ ഇത് വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. നമ്മളുടെ മുന്നിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളുടെ പ്രശ്നങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും. മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എന്തൊക്കെ പ്രശ്നത്തിന്റെ നടുവിലും നമ്മൾ സന്തോഷമായിട്ട് അല്ലെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ അങ്ങ് ഈ ആപേക്ഷികമാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു വിഷമത്തിലായിരിക്കണമെങ്കിൽ ഈ വിഷമം എല്ലാ കാലവും നമ്മളുടെ കൂടെ ഉള്ളതല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കുക. ഡോൾഫിൻ എന്ന് വെച്ചാൽ വളരെ സന്തോഷത്തിന്റെ ഒരു എനർജിയാണ്. ഡോൾഫിനെ കാണുമ്പോൾ തന്നെ ഡോൾഫിൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ജീവിയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും അത് സ്വന്തമായിട്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിരിക്കാൻ മറക്കാതിരിക്കുക. ഡോൾഫിനെ കാണുമ്പോൾ നമുക്ക് ചിരിയാണല്ലോ വരുന്നത്. അപ്പൊ അതുപോലെ ഡോൾഫിന്റെ എനർജിയിൽ ഇരിക്കാനാണ് പറയുന്നത്. പിന്നെ ക്രൊക്കോഡിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലെ ബാക്കി കാർഡുകളുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് കേട്ടോ. ഇന്ന് പല കാര്യങ്ങളും നിങ്ങൾ കാണേണ്ടി വരും. പക്ഷെ കാണുന്ന എല്ലാ കാര്യത്തിനും നിങ്ങൾ പ്രതികരിക്കരുത്. എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കണം എന്നാണ്. നിങ്ങളെ ആദ്യം നിരീക്ഷിക്കുക. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇതിലും ഒരു കണ്ണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇപ്പൊ ഇൻഡ്യൂഷനാണ്, കണ്ണെന്ന് പറയുന്നത് ഇൻഡ്യൂഷനാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നിങ്ങളുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റുമായിരിക്കും. പിന്നെ പുറത്തെ ഓരോ കാര്യങ്ങളിൽ നിന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക, ഒന്നും പ്രതികരിക്കരുത്. പിന്നെ ഇന്ന് നിശബ്ദമായിട്ട് നിങ്ങളെയും മറ്റുള്ളവരെയും നോക്കിക്കാണേണ്ട ഒരു ദിവസമാണ്. ഇന്ന് ഒരുപാട് ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതെ നിങ്ങളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങളെ മാത്രമല്ല കേട്ടാ, നിങ്ങളെയും നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരെയും ഇന്ന് പൊതുവെ ഒന്ന് നിരീക്ഷിക്കണം. നിങ്ങളുടെ സാഹചര്യങ്ങളെ ഒന്ന് നിരീക്ഷിക്കണം. അപ്പൊ ഇതുവരെ കാണാത്ത എന്തൊക്കെയോ കാര്യങ്ങളും എന്തൊക്കെയോ സത്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഒരുപാട് ചിന്തകളുടെ ഭാരത്തിലും ഒരുപാട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ നിശബ്ദമായിട്ട് അത് നിരീക്ഷിക്കുമ്പം നമ്മൾ ഇതുവരെ കാണാത്ത കുറേ കാര്യങ്ങൾ പല വ്യക്തികളിലും കാണാൻ പറ്റും. നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഇതില് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ക്രോയാണ്. അപ്പോ ഇന്ന് സത്യം പറയേണ്ട ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യത്തോടെ പറയുക. ഇപ്പോൾ ഒരുപാട് മിതത്വം പാലിച്ച് നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഈ മറ്റുള്ളവരെ ഉള്ളിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ആയിട്ടൊരു പ്രശ്നമോ ഒരു തെറ്റിദ്ധാരണയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സത്യം എന്ന് നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റൂട്ടാ. അത് വളരെ നിങ്ങളുടെ സംസാരം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ദേഷ്യപ്പെട്ടോ ഇമോഷൻ ഇല്ലാതെ സംസാരിക്കണം. കൃത്യമായിട്ട് സംസാരിക്കണം. ഇത് ഇങ്ങനെയാണ് അന്ന് ആ ഒരു സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ കരഞ്ഞും ബഹളം വെച്ചിട്ടും ഒന്നും സംസാരിക്കരുത്. പക്ഷെ ഇന്ന് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കി ഇതാണ് കാര്യമെന്ന് മാത്രം പറഞ്ഞു കൊടുക്കുക. ആ ഒരു പറച്ചിലിന് വളരെ
വളരെ പ്രയോജനം ഉണ്ടാവും കേട്ടോ. ഇന്ന് നിങ്ങൾ അങ്ങനെ സംസാരിച്ച വളരെ കുറച്ച് വളരെ മിതമായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ, കാരണം ആരെയും വേദനിപ്പിക്കാതെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരുടെ മനസ്സിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് വളരെ നല്ല ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഒരു ക്ഷമ വേണം. ഇന്നത്തെ ദിവസം ക്ഷമ വേണം എന്നാണ്. നമ്മൾ വാക്കും പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് എന്ന് നമ്മളിങ്ങനെ ശരിക്കും അത് ഒബ്സർവ് ചെയ്യണം എന്നാണ്. നമ്മളുടെ ഇമോഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ ഈ ഒരു ഇമോഷൻ ഇപ്പം എനിക്ക് വേണോ, ഞാൻ കരയണോ, അല്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിക്കണോ, ഞാൻ വിഷമിക്കണോ, ഇതൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ സ്വയം ഒന്ന് നമ്മളെ ഒന്ന് നിരീക്ഷിക്കേണ്ട സമയമാണ്. അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക, ബാക്കി സമയം നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയണത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.